നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ലാലേട്ടൻ വിറപ്പിച്ച എപ്പിസോഡ് ഉണ്ടായല്ലോ. ആ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്ന് രണ്ട് തിരക്കുകളിൽ പെട്ടുപോയി. പിന്നെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ലാലേട്ടൻ തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യവും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രേക്ഷകർക്ക് ഈ ബിഗ് ബോസ് കണ്ടതിന് ശേഷം എന്താണോ നമ്മളെ മനസ്സിൽ തോന്നുന്നത്, നമുക്ക് കണ്ടസ്റ്റൻസിനോട് ചോദിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുക. അത് മിക്ക സമയത്തും ലാലേട്ടൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടത് അതേ പൾസോടുകൂടി അതേ ഇമ്പാക്റ്റോട് കൂടി ലാലേട്ടൻ ചോദിച്ചു എന്നുള്ള ആ ഒരു സംഗതി ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ ഉണ്ടായിട്ടോ. ഓരോ കാര്യങ്ങൾ എടുത്തു പറയാം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഫസ്റ്റ് പറയട്ടെ, സിജോൻ്റെ കാര്യം കേട്ടോ. സിജോൻ്റെയും റോക്കിൻ്റെയും കാര്യം. റോക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏകദേശം ഞാൻ ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ സിജോനെ ഇടിച്ചിട്ട് ആ പരിക്കേൽപ്പിച്ച് ഇറങ്ങിയതിന് ശേഷം അവൻ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരത്തിനെ കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ഭാഷയിൽ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ചാനൽ കൂടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എത്രത്തോളം ഇമ്പാക്റ്റിൽ സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പാക്റ്റിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ കോമാളി എന്നിട്ടും അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ഥിരമായിട്ട് ഇതേ പരിപാടി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയം പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അവൻ്റെ പരിപാടികൾ നിർത്തി മുണ്ടാതെ അവൻ്റെ പണിക്ക് വല്ലതും പോയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അവിടെ ബാക്കി നിൽക്കുമായിരുന്നു. പക്ഷേ അന്നം നിന്നിട്ട് മര്യാദയ്ക്ക് പോകുന്ന തലയിൽ കുറച്ചെങ്കിലും മൂളം ബാക്കി നിൽക്കുന്ന ആൾക്കാർക്ക് റോക്കി ചെയ്ത കാര്യത്തിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിജോന്റെ അന്നത്തെ മുഖം കാണുമ്പോൾ തന്നെ സിജോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിജോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ബിഗ് ബോസിൽ വന്നതാണ്. സംസാരം കൊണ്ട് ജീവിക്കുന്നതാണ് ആ പാവം, അല്ലേ? അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പ്രൊവോക്ക് ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി അവൻ അടിച്ചിട്ട് അവനെ ഫ്രാക്ചർ ആക്കി കളഞ്ഞു. അത്രയും മോശമായിട്ടൊരു ആക്റ്റാണ് അവൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇന്ന് അതേ സിജോ വീണ്ടും സ്റ്റേജിലേക്ക് വന്ന സമയത്ത് സീരിയസ്ലി പറയാലോ, അത്രയ്ക്ക് വിഷമം തോന്നിപ്പോയി എന്ന് പറഞ്ഞാൽ, സിജോനെ ഞാൻ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ യൂട്യൂബിലൂടെ കാണുകയാണ് കേട്ടോ, അല്ലാതെ പരിചയമൊന്നുമില്ല. പക്ഷെ സിജോനെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നല്ല ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവനവൻ്റെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും, സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ദൈവം അനുഗ്രഹിച്ച ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള കഴിവാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ആശയങ്ങൾ ഡെലിവർ ചെയ്യുന്നൊരു വ്യക്തിയാണ് സിജോ. ആ സിജോ ഇന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വെറും ജ്യൂസ് മാത്രം കുടിച്ചിട്ട് പിന്നെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷനിൽ സിജോ വന്ന സമയത്ത് സീരിയസ്ലി ഇവൻ റോക്കി അടിച്ചത് അനിയൻ മിഥുനെ ആയിരിക്കണേ എന്ന് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. പറയാൻ റീസൺ എന്താ വെച്ചാൽ, ഈ സിജോ അങ്ങനത്തെ ഒരാളായതുകൊണ്ടല്ലേ ആ നാറിൻ്റെ കൈ പൊന്തിയത്. സീരിയസ് ആയിട്ട് പറയാലോ, കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുൻ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സീസണിൽ ജിൻഡോ ആയിരുന്നെങ്കിൽ ഇവൻ ഈ രീതിയിൽ കൈ പൊക്കി അടിക്കില്ല. കാരണം തടിയാണ്ട് പടക്കാവും. ഞങ്ങളെ മലപ്പുറം ഭാഷ പറഞ്ഞിട്ട് തടി പടക്കാവും. ശരിക്കും അടിച്ച് പരിപ്പിളക്കുവൻ. അതിന് കഴിവ് അവിടെ ഇല്ലാണ്ടല്ല, സിജോനും അതിന് കഴിവില്ല എന്ന് പറയല്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞ സീസണിൽ മാരാരുടെ ഒരു വീഡിയോ കണ്ടു ഞാൻ. അതിന് മുന്നേ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കേട്ടോ, കഴിഞ്ഞ സീസണിൽ ഇത്ര അധികം മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മർമ്മവും പരിപാടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അനിയൻ, അല്ലേ? ആകെ ചെസ്റ്റിന് ആ ഒരു ഇത് കുത്തനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അത്രയും കൺട്രോൾഡ് ആയിട്ട്, അവൻ ഡിസിപ്ലിൻഡാണ്. ഈ പരനാറീൻ്റെ പോലെയല്ല ബിഗ് ബോസിൽ എന്തിനു വന്നിരിക്കുക എന്നുള്ളതാണ്. പോട്ടെ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അവൻ പുറത്ത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ച് കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടാണ്ടല്ലോ, ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് കണ്ട അണ്ണന്മാരെ കൊണ്ടും ചെക്കന്മാരെ കൊണ്ടും അവരെ കൊണ്ടും ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ വിളിച്ച് പറയിപ്പിക്കുക. റോക്കി ബായ് തിരിച്ചു വരണം, റോക്കി ബോയ് തിരിച്ചു വരണം. ഒരു സെക്കൻഡ് മുന്നേ ഈ പരിപാടി, ഇന്നിപ്പോൾ അവൻ്റെ സ്റ്റോറി ഞാൻ നോക്കിയിട്ടില്ല, ഒരു സെക്കൻഡ് നോക്കാനേ തോന്നില്ല. ഒരു സെക്കൻഡ് മുന്നേ അവൻ്റെ പ്രവൃത്തി നിർത്തിയാൽ അവന് നന്ന്. ഇന്ന് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താ പറയുക, സിജോ സ്റ്റേജ് മേൽ വന്ന സമയത്ത് സിജോൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ നിങ്ങൾക്കും എനിക്കൊക്കെ എല്ലാവർക്കും തോന്നിയ സംഭവമാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ. ബിഗ് ബോസ് ഹൗസിൽ സിജോ പുറത്തു പോയതിനു ശേഷം സിജോനെ അടിച്ച വ്യക്തിക്ക് വേണ്ടി കരയാനായിരുന്നു അൻസിബയും ബാക്കിയുള്ളവരും ഉൾപ്പെടെ. അർജുനെ ഞാൻ അതിൽ കൂട്ടുന്നില്ല, കാരണം വെച്ചാൽ അർജുന് കുറച്ച് ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റേ ചങ്ങായിക്കും മുടിയനും അതെ, പക്ഷേ മുടിയനും കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് അൻസിബ എസ്പെഷ്യലി എടുത്ത് പറയാതെ വയ്യ. ബാക്കി എല്ലാവരാണെങ്കിലും, ജാസ്മിൻ ആണെങ്കിലും, അതിൻ്റെ ഉള്ളിൽ ഏത് കോമരങ്ങളാണെങ്കിലും ഇതാണ് അവസ്ഥ. കാരണം എന്താ വെച്ചാൽ, അടി കൊണ്ട് പുറത്തു പോയതിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാനോ അവനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒരു പട്ടി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല, ഒരുത്തരും ഉണ്ടായിട്ടില്ല. എല്ലാവരും മറ്റവന് വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, സിജോ തിരിച്ചു വരും എന്നുള്ള കാര്യം അവർക്ക് 100% ഷുവറാണ്. കാരണം അവർ അറിഞ്ഞിട്ടില്ല എത്ര സംഭവം, അല്ലേ? ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഈ മറ്റവൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അവന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവൻ്റെ ആൾക്കാരുടെ വോട്ട് കിട്ടാനുള്ള
മറ്റേടത്തെ നാടകം മാത്രമാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, അത് മനസ്സിൽ വിചാരിച്ചാണ് ലാലേട്ടൻ ചോദിക്കണം എന്നുള്ളത്. പക്ഷേ ഇത്രത്തോളം സ്ട്രോങ് ആയി ചോദിക്കുന്നു വിചാരിച്ചില്ല. എന്ന് പ്രോമോ കണ്ട സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഓഫീസിലായിരുന്നു. പക്ഷേ ആ പ്രോമോ കണ്ട സമയത്തും അതേ വൈകുന്നേരം അതേ ഭയങ്കര സന്തോഷമായി. സീരിയസ്ലി ഇത്രയധികം ബിഗ് ബോസിൻ്റെ സീസൺസ് കണ്ടെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ലാലേട്ടൻ പൊളിച്ചടക്കിയ സീസണും നമുക്ക് മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ്, എഡിറ്റേഴ്സ്, ഡയറക്ടർ, ക്യാമറാമാൻ ഇവരെല്ലാവരും ഒത്തൊരുമയോട് കൂടി ലാലേട്ടനിലൂടെ ഡെലിവർ ചെയ്ത ഒരുപാട് മൊമെൻറ്റ്സ് കണ്ടു. ഒരുപാട് മൊമെൻറ്റ്സ്. സിജോൻ്റെ കേസ് അത് റിയലി ഫീൽ സോറി ഫോർ ദിസ് ഗൈ. കാരണം വെച്ചാൽ അവൻ എന്നാ ഇനി സംസാരം. പക്ഷേ സീസൺ അത്രയും മനസ്സിൽ ആഗ്രഹിച്ച് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൻ ഇങ്ങനത്തെ ഒരു ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സീരിയസ്ലി വിഷമമുണ്ട്. ഇതൊന്ന് അവൻ ഒരു കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ അടുത്ത കാര്യം ജാസ്മിൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് ഇനിയിപ്പോൾ എത്ര AC ഉണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ഒരു മനുഷ്യന് പേഴ്സണൽ ഹൈജീൻ. പല്ല് തേക്കുന്നു, രാവിലെ നീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുക, ഒരു 2 നേരമൊക്കെ. നമ്മളിപ്പോൾ ഇപ്പോൾ AC കാര്യങ്ങളും അല്ലാത്തതുകൊണ്ട് 3-4 നേരം ചൂടൊക്കെ ഇപ്പോൾ കുളിക്കണം. ഒരു മനുഷ്യൻ ഡെയിലി കുളിക്കാത്തൊരു വ്യക്തി ഡെയിലി എൻ്റെ പരിചയത്തിലില്ല കേട്ടോ. സീരിയസ് ആയിട്ട് നമ്മൾ ഞാൻ ഒരുപാട് വർഷം അവിടെ പല രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിചയക്കാരെ കൂടിയും എല്ലാത്തിനും നിന്നിട്ടെങ്കിലും ഡെയിലി കുളിക്കാത്ത ഒരു 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 ജന്മത്തിന് ഞാൻ ഇന്നാണ്. അതും ഷോയിലൂടെ തുറന്നു പറയാൻ യാതൊരു ഉളുപ്പും മടിയും ഉശിരും പുള്ളിയില്ല എന്നാണ് അർത്ഥം. എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒന്നരാടൻ മാത്രമേ കുളിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സീരിയസ് ആയിട്ട് പറയാലോ, ഓൾറെഡി തന്നെ ആ തുമ്മൽ കേസ് ഞാൻ വീഡിയോ ചെയ്തു, നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ആ തുമ്മൽ കേസൊക്കെ അതിനുള്ളിൽ കാണിച്ചിട്ട് എന്താ പറയുക, തൊലി ഉരിഞ്ഞു പോയില്ല ജാസ്മിന് ഇനി ഒരാളെ മുന്നിൽ മുഖത്ത് നോക്കി സംസാരിക്കാനോ ഒരാളെ ഫേസ് ചെയ്യാനോ ഉള്ള ഇനി അത്രയ്ക്ക് ഉളുപ്പും ഉശിരുണ്ടോ? സീരിയസ് ആയിട്ട് പറയാം. തൊലിക്കട്ടി, കാണ്ടാമൃഗം തൊലിക്കട്ടിയിൽ തോറ്റുപോകുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം ജാസ്മിൻ മുന്നോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നാറിപ്പോയിന്ന്. സീരിയസ്ലി ഞാൻ മനസ്സറിഞ്ഞ് ഇരുന്ന് കൈയടിച്ചിരുന്ന നിമിഷമാണത്. പ്രത്യേകിച്ച് ആ തുമ്മലിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളർത്തുദോഷത്തിന് വീട്ടിലെ ആൾക്കാർ പറഞ്ഞു കൊടുക്കണം, വീട്ടുകാരെ പറയല്ല, അത് അവനാനെ വളർത്തണം. എന്ന് ലാലേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യം. പേഴ്സണൽ ഹൈജീൻ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് മെയിനായിട്ടും. എന്നിട്ടും മറ്റവൻ്റെ കൂടെ എന്നിട്ടിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഓന് ചിലപ്പോൾ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. വോട്ടെവർ, നമ്മളതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. പിന്നെ അടുത്തൊരു കാര്യം, ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, മോഹൻലാൽ, മഹാനടൻ മോഹൻലാൽ, അതും ബിഗ് ബോസിൻ്റെ മെയിൻ ആളായിട്ട് ഇവർ ഈ ബിഗ് ബോസിന് എൻറ്റയർ ബിഗ് ബോസിനെയും ആ ഒരു ഷോനെയും അതിൻ്റെ റെസ്പെക്റ്റിനെയും എല്ലാത്തിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയായിട്ടുള്ള ലാലേട്ടനോട് ഒരു തരി പോലും റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിക്കുന്ന ഒരു സീസണിലെ തെണ്ടികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എനിക്ക് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. രശ്മിൻ എണീറ്റ് സംസാരിച്ച സമയത്ത് ഞാൻ വെച്ചു, ഒരാളെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള സംസാരം, എസ്പെഷ്യലി ലാലേട്ടനെ പോലുള്ള ഒരു മഹാനടനോട് ചോദിക്കണം, അതും ബിഗ് ബോസിൻ്റെ ഇതെന്ന് വിചാരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു കോമണറായിട്ട് അവിടെ പെർഫോം ചെയ്ത് ആൾക്കാരുടെ വോട്ട് വാങ്ങേണ്ട ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ PR ടീംസ് ആണെങ്കിലും ഒഫീഷ്യൽ ആർമി ഫാൻ പേജസ് ആണെങ്കിലും എങ്ങനെ വിളിപ്പിച്ചാലും, ഇനിയിപ്പോൾ രശ്മിനൊക്കെ വെളുപ്പിച്ച് ഇവർ അത്രയും വെള്ള പെയിൻ്റ് അടിക്കും. പക്ഷെ എങ്ങനെ വെളുപ്പിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടനെ പോലെ ഇങ്ങനെ ഒരു മഹാനടനോട് ലാലേട്ടൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ഇതായിരിക്കും. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാരുടെ സിറ്റുവേഷൻ അറിയാലോ. അഖിൽ മാരാർ ഡയറക്ടറായിട്ടും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഇത്രയധികം സംസാരിക്കുന്ന വ്യക്തിയായിട്ട് കൂടി ഇങ്ങനെ ആയിട്ട് കൂടി അഖിൽ മാരാർ ലാലേട്ടൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്ന സമയത്ത് അത്രയും റെസ്പെക്റ്റോട് കൂടിയാണ്. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ള പല ആൾക്കാരാണെന്നുണ്ടെങ്കിലും മോഹൻലാൽ അല്ലെങ്കിൽ മഹാനടൻ മോഹൻലാൽ അങ്ങനെ ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റാണ്. ആ സിറ്റുവേഷനിൽ ലാലേട്ടനെ പോലെ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് സാർ ഇത് കാണലുണ്ടോ, ലാലേട്ടൻ ഇത് കാണലുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്ത് വർത്തന, കാല് വാരി നിലത്തടിക്കണം. എന്ത് രശ്മിൻ ബായ്, വലിയ ഒഫീഷ്യൽ, ഈ ബായിൻ്റെ ഒഫീഷ്യൽ പിന്നെ ഒരു ബായിമാരെ മുകളെയും കൂടി കാണിച്ചിട്ടില്ല. ബായിമാർക്ക് പോലും, നമ്മളെ കേരളത്തിൽ വരുന്ന ബായിമാർക്ക് പോലും ഇതുണ്ടെന്ന് പറയാം. കാരണം അത്ര അധികം അഹങ്കാരിയായിട്ടുള്ള ഡയലോഗാണ് രശ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനി അതിന് എന്തിനാരും വെളുപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മൾ റിവ്യൂ എന്നുള്ള നിലയ്ക്ക് പറയില്ല, സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇത് കണ്ട സമയത്ത് പറയുന്നത്. ഒരാളും റെസ്പെക്റ്റ് കൊടുത്തില്ല. ജാസ്മിൻ എന്താ വെച്ചാൽ കൊഞ്ചാണ്, ഭയങ്കരമായിട്ട് കൊഞ്ചി കഴിയുമ്പോൾ റെഡി ആവുമല്ലോ. പക്ഷേ അതേ ആള് വേറെയാണ്. ഇത് ബിഗ് ബോസിലുള്ള ലാലേട്ടനാണ്, മനസ്സിലായ? അങ്ങോട്ട് കൊഞ്ചിക്കഴിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു, ലാലേട്ടാ ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതങ്ങോട്ട് കേൾക്കും. എന്നാൽ ജാസ്മിൻ പറയൂന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനും നാറി, അതിൻ്റെ കൂട്ടത്തിൽ ഗബ്രി, അവരെന്താണെന്ന് വെച്ചാൽ ചാരിയോടെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. ഇതാണ് ഇന്നത്തെ മെയിൻ സംഭവം. പിന്നെ ജിൻഡോ ആസ് യൂഷ്വൽ, പിന്നെ ആ ബാത്റൂമിൻ്റെ കേസൊക്കെ അതിന് വേണ്ടി കരഞ്ഞിരിക്കുന്നവിടെ
ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി മുട്ടി വിളിച്ച സമയത്ത് അവിടുന്ന് ഗബ്രി ഉണ്ടാവും ചിലപ്പോൾ. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇനിയിപ്പോൾ അതിന് കരച്ചിൽ നാടകമോ പരിപാടിയോ കാരണട്ടോ ബ്ലോക്ക് കൊണ്ടും പഞ്ചായത്ത് കൊണ്ടൊന്നും കാര്യമില്ല. ബ്ലോക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്തുണ്ടായിട്ടും കാര്യമില്ല. കാരണം അത് അതേ കഥ തന്നെയാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ നിന്ന് മെയിനായിട്ടുള്ളത്. വേറെ എന്തൊക്കെ വിട്ടുവരും. ഇന്നലെ ജാൻമണിയുടെ കേസൊന്നും എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ ഷോ ഓഫ് കൂടി ജസ്റ്റ് പറയാം. ഗബ്രീനെ ഇന്നലെ ഞാൻ റെസ്പെക്ട് ചെയ്തൊരു ദിവസമാണ്. കാരണം വെച്ചാൽ ജാൻമണീനെ ഒക്കെ തിരുത്തിയിട്ട് എന്തോ വലിയ സംഭവമായിട്ട് അവിടെ ആൾക്കാർ കൊണ്ടു നടക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജാൻമണിക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സെലിബ്രിറ്റീസിൻ്റെ അവിടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതും നാളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കാണ് ബിഗ് ബോസിൽ വരുന്ന ഓരോരുത്തരും എയിം ചെയ്യുന്നത്. അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു കണക്ഷനായിട്ട് ജാൻമണീനെ അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവൻ്റെ ഭാഗത്തുനിന്ന് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായ സമയത്ത് നല്ല ഒരു രസം തോന്നി. അതിന് എമ്മ കാണിച്ചിട്ടുള്ള പട്ടിഷവും ആക്രാന്തവും അലറലും ഛർദിക്കുകയും എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചെന്നറിയില്ല. എന്താ പറയുക, അൺസൈക്കബിൾ എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ ലൈഫിൽ ഇവരൊക്കെ എങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൂടുതലുള്ളവർ എങ്ങനെയാണ് അവരൊക്കെ സഹിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലിടാം. അത്രയും പെട്ടെന്ന് കിട്ടുന്നുള്ളൂ. ഞാൻ ആക്ച്വലി വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ കിടക്കുന്നതിന് മുന്നേ എന്താ പറയുക, ഇന്നത്തെ കണ്ട ചൂട് തന്നെ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. റിയലി ഫീൽ സോറി ഫോർ സിജോ. സിജോ തിരിച്ചു വരുന്നതായിരിക്കുന്നു. 1.5 ആഴ്ച കൊണ്ട് 2 ആഴ്ച പിടിക്കുന്നു പറഞ്ഞു. എന്തായാലും കമ്പിയൊക്കെ ഇട്ടിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി പോയി. ഞാൻ താടിക്ക് ചോദിച്ചു, എന്നാൽ അത് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഇതിൽ ലാലായിട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം വീണ്ടും അതിൻ്റെ ഉള്ളിൽ തല്ല. നീ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ഇവർക്ക് ഇത് മനുഷ്യന്മാർ. ഞാൻ ചോദിച്ചതൊക്കെ മനുഷ്യന്മാരുടെ ഉള്ളിൽ പോയതല്ലേ. നമ്മളെപ്പോലുള്ള സാധാരണ എനിക്കൊന്നും വലിയ സെലിബ്രിറ്റീസായിട്ട് നടക്കുന്ന ടീംസ് കംപ്ലീറ്റ് ഈ രീതിയിലുള്ള ആക്ടിങ്ങും പരിപാടിയായിരിക്കും. മനുഷ്യത്വം സംഗതി ഒന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. എനിക്കങ്ങനെ തോന്നുക. ബിഗ് ബോസിൽ ചെല്ലുന്ന സമയത്ത് ഇപ്രാവശ്യം പോയ ടീമിന് ഒരുവിധ എണ്ണത്തിങ്ങൾക്ക് കംപ്ലീറ്റ് ഫെയിമിന് വേണ്ടിയും കാശിന് വേണ്ടി ഉള്ളിൽ കയറിയിട്ട് എന്താണോ മനുഷ്യത്വം, എന്താണോ ഒരാളോടുള്ള സഹാനുഭൂതി, എന്താ പറയുക, ഈ ഒരു സംഗതി എന്താണെന്നുള്ളത് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. സീരിയസ്ലി ഓരോരുത്തരും ഞാൻ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ കേസ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ജാസ്മിൻ്റെ കേസ് കൂടി പറയട്ടെ. ഈ സിജോൻ്റെ കേസ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ഞാനങ്ങനെ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഉളുപ്പ് പോലും ഇല്ല. ആ ഉളുപ്പ് പോലും കാരണം തുറന്നാണ് പറയും. ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ പറ്റിപ്പോയി. നമുക്കൊരാളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു എളിമയും കുറ്റബോധവും ഫീൽ ചെയ്യണം. എളിമയോ കുറ്റബോധമോ ലേശമില്ലാത്ത ഒരു വ്യക്തി. പിന്നെ വൃത്തിയും കാര്യങ്ങളും അതും പേഴ്സണൽ ഹൈജീൻ അടുത്ത ഇഷ്യൂ. എങ്ങനെയാണെന്ന് ആലോചിക്കുക. ആ തുമ്മണ സീനൊക്കെ അവിടെ കാണിച്ച സമയത്തേ ആൾക്കാരുടെ മുഖം കാണണം. സീരിയസ് ആയിട്ട് ഞാൻ ആ ശരണ്യ അല്ലെങ്കിൽ ശരണ്യോ അതേമാതിരി ആ അപ്സരയുടെ ഒക്കെ മുഖം കണ്ട സമയത്ത് അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുളിയും ദേവാരമുള്ള ആൾക്കാരെ ആണ്. വെരി ബാഡ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.